പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ, അതായത് മെയ് മാസം 11-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തെക്കുറിച്ചും അതേപോലെ ദശാവതാര ചന്ദനം ചാർത്ത് മഹോത്സവത്തെക്കുറിച്ചും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശി കണ്ണാക്കുറിശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആചാര്യനായി എത്താനുള്ള ഒരു ഭാഗ്യം പൊന്നുഗുരുവായൂരപ്പൻ കണ്ണാക്കുറിശി ശ്രീകൃഷ്ണസ്വാമി ഭാഗവത സ്വരൂപി അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഈ സപ്താഹത്തോടനുബന്ധിച്ച് ഇന്നു മുതൽ ദശാവതാര ചന്ദന ചാർത്ത് നടക്കുകയാണ്. ഓരോ ദിവസവും ഭഗവാന്റെ ഓരോ അവതാര മൂർത്തികളെ വിഗ്രഹത്തിൽ ചന്ദനം കൊണ്ട് അലങ്കരിച്ച് ആ ചന്ദനചർച്ചിതനാകുന്ന ഭഗവാനെ ഓരോ ദിവസവും ആ ഭാവത്തിൽ പൂജിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. ഈ ദശാവതാര ചന്ദന ചാർത്ത് നടത്തുന്നത് നരിക്കാട്ടിരി രാമപ്രസാദ് നമ്പൂതിരി എന്ന അനുഗ്രഹീത കലാകാരനാണ്. അതോടൊപ്പം തന്നെ ഈ അവതാരമൂർത്തികളെ ഓരോ ദിവസവും പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി സ്ഥാനം അലങ്കരിച്ച മുൻ മേൽശാന്തിമാരായിരിക്കുന്ന 10 പേരാണ് ഈ പൂജകൾ നിർവഹിക്കുന്നത് എന്നുള്ളതും നിങ്ങളെ അറിയിക്കട്ടെ. കാലത്ത് ഓരോ ദിവസവും 9 മണിക്കാണ് അതിവിശിഷ്ടമായിട്ടുള്ള ഈ പൂജ നടക്കുക. ആദ്യ ദിവസമായ ഇന്ന് ശനിയാഴ്ച 9-ാം തീയതി കാലത്ത് 9 മണി മുതൽ മത്സ്യാവതാരമൂർത്തിക്ക് പൂജ നിർവഹിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഓദിക്കൻ കുടുംബാംഗവും പൊന്നുഗുരുവായൂരപ്പനെ പലവട്ടം മേൽശാന്തിയായി പൂജ കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ബ്രഹ്മശ്രീ പഴയത്ത് ആര്യൻ നമ്പൂതിരിയാണ്. നാളെ കൂർമാവതാരമൂർത്തിയെ പൂജിക്കുന്നത് പൊന്നുഗുരുവായൂരപ്പനെയും ശബരിമല ശ്രീധർമ്മശാസ്താവിനെയും പൂജിക്കാൻ അത്യപൂർവ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് കുത്തുള്ളി കൃഷ്ണൻ നമ്പൂതിരിയാണ് എന്നുള്ളതും വലിയ സന്തോഷം. 3-ാമത്തെ ദിവസം, അതായത് സപ്താഹം ആരംഭിക്കുന്ന മെയ് 11-ാം തീയതി തിങ്കളാഴ്ച, ഈ പൂജ വരാഹമൂർത്തിയെ പൂജിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഓദിക്കൻ കുടുംബാംഗവും അതേപോലെ തന്നെ വളരെ മികച്ച ഒരു ഗായകനും സംഗീത സംവിധായകനുമൊക്കെ ആയിട്ടുള്ള ബ്രഹ്മശ്രീ കക്കാട് ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരിയാണ് എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്നു. 4-ാമത്തെ ദിവസമായ ചൊവ്വാഴ്ച നരസിംഹമൂർത്തി ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുന്നത് ബ്രഹ്മശ്രീ തീയന്നൂർ പ്രമോദ് ശങ്കരനാരായണൻ നമ്പൂതിരിയാണ്. 5-ാമത്തെ ദിവസം വാമനമൂർത്തിയായിട്ട് ഭഗവാനെ പൂജിക്കുന്നത് പലവട്ടം ഗുരുവായൂരപ്പനെ പൂജിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ബ്രഹ്മശ്രീ പള്ളിശ്ശേരി ഹരീഷ് നമ്പൂതിരിയുമാണ്. ചന്ദനചാർത്തിൻ്റെ 6-ാമത്തെ ദിവസം പരശുരാമ ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുന്നത് തൊട്ടുമുമ്പ് പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിപദം അലങ്കരിച്ച ബ്രഹ്മശ്രീ മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരിയാണ്. അതോടൊപ്പം 7-ാമത്തെ ദിവസം ശ്രീരാമൻ ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്നത് ഭാഗവത ആചാര്യനും അധ്യാപകനുമായ ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തി ബ്രഹ്മശ്രീ കാപ്ര അച്യുതൻ നമ്പൂതിരിയാണ്. 8-ാമത്തെ ദിവസം ബലരാമമൂർത്തിയായിട്ട്
ഭഗവാനെ ആരാധിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ ഓദിക്കൻ കുടുംബാംഗം ബ്രഹ്മശ്രീ പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിയാണ്. 9ാമത്തെ ദിവസം പരിപൂർണാവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണാവതാരത്തെ പൂജ ചെയ്യാൻ ഈ ഉള്ളവനാണ് ഗുരുവായൂരപ്പൻ അവസരം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 10 അവതാരങ്ങളിൽ 10ാമത്തെ അവതാരമായ കൽക്കി അവതാരം, ആ ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുന്നത് ബ്രഹ്മശ്രീ തെക്കിണിയേടത്ത് കുത്തുള്ളി കേശവൻ നമ്പൂതിരിയുമാണ്. 11ാമത്തെ ദിവസം, അതായത് മെയ് 19-ാം തീയതി ചൊവ്വാഴ്ച, ദശാവതാര ചന്ദനചാർത്തിന്റെ സമർപ്പണ ദിവസമാണ്. അന്ന് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപഭാവത്തിൽ ശംഖചക്ര ഗദാപത്മധാരിയായി ആ ഭഗവത് സ്വരൂപത്തെ പൂജ കഴിക്കുന്നത് ക്ഷേത്രം തന്ത്രി തന്നെയായിട്ടുള്ള ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് എന്നും എല്ലാവരെയും സസന്തോഷം അറിയിക്കുന്നു. എല്ലാ ദിവസവും 9 മണിക്ക് ആരംഭിക്കുന്ന പൂജ, ആ പ്രസന്ന പൂജാ സമയത്ത് അഷ്ടപതിയോടുകൂടി സമർപ്പണം ചെയ്ത് 10 മണിക്ക് പൂജ സമർപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പൂജാ സന്ദർഭങ്ങളിൽ ഓരോ ദിവസവും അഷ്ടപതി ചൊല്ലി ആ ഭഗവത് പാദങ്ങളിൽ നാദവാദ്യ നിവേദ്യം നടത്തുന്നത് ഈ രംഗത്ത്, സോപാന സംഗീത രംഗത്തെ വളരെ ശ്രദ്ധേയരായ സർവശ്രീ അയിലൂർ അഖിൽ മാരാർ, മാങ്കുറിശി ദിനേശ് വാര്യർ, കാച്ചാങ്കുറിശി രാഹുൽ മാരാർ, കോട്ടക്കൽ സന്തോഷ് പിഷാരടി, അങ്ങാടിപ്പുറം രഞ്ജിത്ത് പിഷാരടി, അയിലൂർ ശ്രീനാഥ് മാരാർ, കവളപ്പാറ കൃഷ്ണപ്രവീൺ പൊതുവാൾ, കരിക്കാട് മുരളി വാര്യർ, പല്ലശ്ശന ശ്രീരാജ് മാരാർ, അതേപോലെ ജിഷ്ണു മനോജ് പിഷാരടി, ശ്രീജു ചെർപ്പളശ്ശേരി എന്നിവരാണ്. അപ്പോൾ കഴിയുന്ന ആളുകളെ കഴിയുന്ന ദിവസങ്ങളിൽ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരാൻ സാദരം ക്ഷണിക്കുന്നു. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾക്ക് ഇതോടൊപ്പം കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ലഭിക്കും എന്നും അറിയിക്കുന്നു. ഫോൺ നമ്പർ 8921716408. ഈ സപ്താഹയജ്ഞത്തിലേക്കും ദശാവതാര ചന്ദനചാർത്ത് മഹോത്സവത്തിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി ഭഗവത് നാമത്തിൽ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ.